നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ നവോത്ഥാന നായകൻ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളായ കെ കേളപ്പനെ കുറിച്ചാണ്. ഞാൻ ശ്യാം. ഏവർക്കും അഡ്ഹോക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, കേരള ഗാന്ധി എന്ന് വിളിക്കപ്പെട്ട കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ കെ കേളപ്പൻ അല്ലെ. നമുക്ക് കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിക്കണം. 1889 ഓഗസ്റ്റ് മാസം 24 കെ കേളപ്പൻ ജനിച്ചു. വർഷം ഓർത്തു വെക്കുക, 1889. ഏത് വർഷമാണ്? 1889 കെ കേളപ്പൻ ജനിക്കുന്നു. അദ്ദേഹം 1971 മരണപ്പെട്ടു. അപ്പൊ 89 മുതൽ 1971 വരെയാണ് കാലഘട്ടം. വ്യക്തമാക്കി പറയുവാണെങ്കിൽ 1889 ഓഗസ്റ്റ് 24 ജനിച്ചിട്ട് 971 ഒക്ടോബർ മാസം 7 മരണപ്പെട്ടു. ശ്രദ്ധിക്കണം. കണാരൻ നായരുടെയും കുഞ്ഞമ്മ അമ്മയുടെയും മകനായിട്ട് കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചിക്കുന്ന് ഗ്രാമത്തിൽ കെ കേളപ്പൻ ജനിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, ഓർത്തുവെക്കുക. കെ കേളപ്പന്റെ ജന്മസ്ഥലം കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചിക്കുന്ന് ഗ്രാമം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരായിരുന്നു ലക്ഷ്മിയമ്മ. ഭാര്യയുടെ പേരെന്താണ്? ലക്ഷ്മിയമ്മ. അപ്പൊ കണാരൻ നായരുടെയും കുഞ്ഞമ്മ അമ്മയുടെയും മകനായി 1889 കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിൽ ജനിച്ച കെ കേളപ്പൻ. കെ കേളപ്പന്റെ ഭാര്യയുടെ പേരാണ് ലക്ഷ്മിയമ്മ. ശ്രദ്ധിക്കുക. 1921 കലാപത്തിന്റെ പേരാണ് മലബാർ ലഹള. ആ മലബാർ ലഹളയുടെ ശേഷം സവർണ ഹിന്ദുക്കൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുവാൻ വേണ്ടി 1923 പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി അല്ലെ. അപ്പൊ 923 പത്രത്തിന്റെ സ്ഥാപകൻ KP കേശവ മേനോനാണെങ്കിൽ ഈ കെ കേളപ്പന്റെ സഹായത്തോടെ പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ആരുടെ സഹായത്തോടെ പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി? ആ ഉത്തരം KP കേശവ മേനോൻ വരുമോ? ഇല്ല. ആ ഉത്തരം എന്താണ്? കെ കേളപ്പൻ. അപ്പൊ കെ കേളപ്പന്റെ സഹായത്തോടെ പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. ആ പത്രം പുറത്തിറക്കിയ സ്ഥലം കോഴിക്കോട്. കെ കേളപ്പന്റെയും ജന്മസ്ഥലമായ ജില്ല കോഴിക്കോട് അല്ലെ. നമുക്കിനി അറിയാം, ഐത്തത്തിന് എതിരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിതമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം, അല്ലെങ്കിൽ ആസൂത്രിതമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹം ഐത്തത്തിന് എതിരെയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ഐത്തോച്ചാടന കമ്മിറ്റി. ആ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ തലവനായിരുന്നു അഥവാ കൺവീനർ ആയിരുന്നു കെ കേളപ്പൻ. ശ്രദ്ധിക്കണം. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. വൈക്കം സത്യാഗ്രഹം നയിച്ച സംഘടനയാണ് INC വിവരം വൈക്കം സമരം നയിക്കുവാൻ പോകുകയാണ് എന്നുള്ള വിവരം KPCC അറിയിച്ചു. അങ്ങനെ KPCC 924 എറണാകുളത്ത് വെച്ച് ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടി. അതിന്റെ ഫലമായിട്ട് ഐത്തോച്ചാടന കമ്മിറ്റി രൂപീകരിച്ചു. ആ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ട്, തലവനായിട്ട് അഥവാ കൺവീനറായിട്ട് കെ കേളപ്പനെ തിരഞ്ഞെടുത്തു. ഓർത്തു വെച്ചേക്കണം. അപ്പൊ 924 ഐത്തോച്ചാടന കമ്മിറ്റിയുടെ ആരാണ് പ്രധാനപ്പെട്ട തലവൻ? കെ കേളപ്പൻ അല്ലെ. ഇനി 930 സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. നമുക്കറിയാം, ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ ഗാന്ധിജിയുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം. ആ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഏകദേശം 930 ഏപ്രിൽ മാസം 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. ആ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ. ശരിയല്ലേ? അപ്പൊ എക്സ്ട്രാ ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കണം. 1930 ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ മാർച്ച്, കുറെ ജാഥകളുണ്ട്.
ഈ ജാഥ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് ഇപ്പൊ തന്നെ പഠിക്കുകയും ചെയ്യണം. 930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പൻ. ഈ മാർച്ച് പയ്യന്നൂരിലേക്ക് എത്തുകയും കെ കേളപ്പൻ അറസ്റ്റ് വരിക്കുകയും ചെയ്തു. കേളപ്പൻ അറസ്റ്റ് വരിച്ച ശേഷം സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. അങ്ങനെ 930 ഉപ്പ് സത്യാഗ്രഹത്തിന് കോഴിക്കോട്ട് പ്രധാനമായിട്ട് പങ്കുവഹിച്ച നേതാവാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. മനസ്സിലാക്കണം, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും മറ്റൊന്ന് പി കൃഷ്ണപിള്ളയുമാണ്. അപ്പൊ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ മാർച്ച് എന്നാണെങ്കിൽ കെ കേളപ്പൻ, കോഴിക്കോട്ടെ പ്രധാന നേതാക്കൾ മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ളയും. കേളപ്പൻ അറസ്റ്റിലായ ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. അത്രയും ക്ലിയർ ആയില്ലേ? തിരികെ വരാം. ഇനി ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പൊന്നാനി മുതൽ പയ്യന്നൂർ വരെ മാർച്ച് ആര് നയിച്ചു? ഉപ്പ് സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പൊന്നാനി മുതൽ പയ്യന്നൂർ വരെ മാർച്ച് ആര് നയിച്ചു? പൊന്നാനി മുതൽ പയ്യന്നൂർ വരെ മാർച്ച് നയിച്ച വ്യക്തിയുടെ പേരാണ് ഇ മൊയ്തു മൗലവി. ആരാണ്? ഇ മൊയ്തു മൗലവി. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഉപ്പ് സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ബേപ്പൂർ മുതൽ പയ്യന്നൂർ വരെ മാർച്ച് ആര് നയിച്ചു? എവിടെ മുതലാണ്? ബേപ്പൂർ മുതൽ പയ്യന്നൂർ വരെ മാർച്ച് ആര് നയിച്ചു? അതിന്റെ ഉത്തരമാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അപ്പൊ ഉപ്പ് സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ മാർച്ച് ആര് നയിച്ചു? ആ ഉത്തരമാണ് കൃഷ്ണസ്വാമി അയ്യർ, TR കൃഷ്ണസ്വാമി അയ്യർ. ഇനി ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിലേക്ക് എത്തിയപ്പോൾ ആ ജാഥ അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? കാരൂർ അല്ലെങ്കിൽ കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ജാഥ പയ്യന്നൂരിലേക്ക് എത്തിയപ്പോൾ ഈ ജാഥ അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഇനി ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ബെല്ലാരി ജയിലിൽ വെച്ച് നിരാഹാരം കിടന്ന് ഉപവാസം കിടന്ന് മരണപ്പെട്ട വ്യക്തി ആരാണ്? അത് പി കുഞ്ഞിരാമൻ അടിയോടി. ആരാണ്? പി കുഞ്ഞിരാമൻ അടിയോടി. ഇവിടെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കെ കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ഒന്ന് ഓർത്ത് വെക്കണം. കോഴിക്കോട് ടു പയ്യന്നൂർ മാർച്ച് കെ കേളപ്പൻ, പാലക്കാട് ടു പയ്യന്നൂർ മാർച്ച് കൃഷ്ണസ്വാമി അയ്യർ, ബേപ്പൂർ ടു പയ്യന്നൂർ മാർച്ച് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, പൊന്നാനി ടു പയ്യന്നൂർ മാർച്ച് മൊയ്തു മൗലവി, കോഴിക്കോട്ടെ പ്രധാന നേതാക്കൾ മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ്. കേളപ്പൻ അറസ്റ്റിലായ ശേഷം സമരമാര് നയിച്ചു? അത് മൊയ്യാരത്ത് ശങ്കരനാണ്. എക്സ്ട്രാ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ മാർച്ചുകൾക്ക് അഭിസംബോധന ചെയ്ത വ്യക്തി കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പ് സമര സമയത്ത് കർണാടകത്തിലെ ബെല്ലാരി ജയിലിൽ വെച്ച് ഉപവാസം കിടക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്ത വ്യക്തി ആരാണ്? പി കുഞ്ഞിരാമൻ അടിയോടി. അത്രയും പറഞ്ഞ് ക്ലിയർ ആയില്ലേ? തിരിച്ചു വരാം. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിലെ പ്രധാന വ്യക്തിയാണ് കെ കേളപ്പൻ. അപ്പൊ കേരള ഗാന്ധി ആരായി? കെ കേളപ്പൻ. ശരിയല്ലേ? കേരള ഗാന്ധി ആരായി? കെ കേളപ്പൻ. ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാളി. ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാളി. ആദ്യ വ്യക്തി ആരാണ്? അത് ആചാര്യ വിനോബ ഭാവെ. രണ്ടാമത്തെ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. മൂന്നാമത്തെ വ്യക്തി ആരാണ്? ബ്രഹ്മദത്ത്. ആദ്യ മലയാളി ആരാണ്? കെ കേളപ്പൻ. ആദ്യ മലയാളി വനിത ആരാണ്? AV കുട്ടിമാളുവമ്മ. വ്യക്തമാണോ? ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തിയാണെങ്കിൽ ആചാര്യ വിനോബ ഭാവെ, രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു, മൂന്നാമത്തെ വ്യക്തി ബ്രഹ്മദത്ത്, ആദ്യ മലയാളി കെ കേളപ്പൻ, ആദ്യ മലയാളി വനിത AV കുട്ടിമാളുവമ്മ. അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? തിരികെ വരാം. ഇനി 1931 കേരളത്തിൽ ആരംഭിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ, അല്ലെങ്കിൽ ഗുരുവായൂർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കെ കേളപ്പൻ. അതുമല്ലെങ്കിൽ ഗുരുവായൂർ സമര സമയത്ത് നിരാഹാരം കിടന്ന വ്യക്തിയായിരുന്നു കെ കേളപ്പൻ. ഓർത്തു നോക്കണേ. അപ്പൊ ഗുരുവായൂർ സമരം നയിച്ചു,
ഗുരുവായൂർ സമരത്തിന്റെ സെക്രട്ടറി, ഗുരുവായൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിരാഹാരം കിടന്ന വ്യക്തിയായിരുന്നു കെ കേളപ്പൻ. ആ നിരാഹാരവുമായിട്ട് ബന്ധപ്പെട്ട്, ഗുരുവായൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തി. എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ സമരക്കാരുടെ ആവശ്യമായ ക്ഷേത്ര പ്രവേശനം സമരക്കാർക്ക് മാത്രമാണോ ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ, ആളുകൾക്കിടയിലേക്ക് ഈ സത്യാഗ്രഹം എത്രത്തോളം പിന്തുണ കിട്ടി എന്നൊക്കെ അറിയുവാൻ വേണ്ടി ഗുരുവായൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ജനഹിത പരിശോധന അഥവാ റഫറണ്ടം നടത്തിയ സ്ഥലമാണ് പൊന്നാനി. നടത്തിയ സ്ഥലം ഏതാണ്? പൊന്നാനി. ഓർത്തു വെച്ചേക്കണം. ഗുരുവായൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് റഫറണ്ടം നടത്തിയ സ്ഥലം ഏതാണ്? പൊന്നാനിയാണെന്ന് ഓർത്തു വെക്കണേ. തിരികെ വരാമേ. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വ്യക്തി കെ കേളപ്പൻ, വോട്ടിംഗ് നടത്തിയ സ്ഥലം പൊന്നാനി. അപ്പോൾ കെ കേളപ്പന്റെ ലോക്സഭാ മണ്ഡലം ഏതാണ്? പൊന്നാനി. ശരിയല്ലേ? കെ കേളപ്പൻ ലോക്സഭയിൽ അംഗമായ വ്യക്തിയാണ്. ആ കെ കേളപ്പന്റെ ലോക്സഭാ മണ്ഡലമാണ് ഏത്? പൊന്നാനി. ഓർത്ത് വെക്കാൻ ശ്രമിക്കണേ. നമുക്ക് തിരികെ വരാം. ഈ 3 മലയാള ഭാഷാ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ഉണ്ട്, കൊച്ചിയുണ്ട്, മലബാറുണ്ട്. ഈ 3 മലയാള ഭാഷാ പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച് ഒറ്റ സംസ്ഥാനമാക്കി മാറ്റണം എന്നൊരു ആവശ്യം, ആ ഒരു പ്രമേയം അറിയപ്പെടുന്ന പേര് ഐക്യ കേരള പ്രമേയം. ആ ആശയം അറിയപ്പെടുന്ന പേര് ഐക്യ കേരളം. അതിനുവേണ്ടി ഉണ്ടായ പ്രസ്ഥാനങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേര് ഐക്യ കേരള പ്രസ്ഥാനങ്ങൾ. ശരിയല്ലേ? 3 മലയാള ഭാഷാ പ്രദേശങ്ങളെയും ഒന്നിപ്പിച്ച് ഒറ്റ സംസ്ഥാനമാക്കി മാറ്റുക എന്നൊരാശയമാണ് ഐക്യ കേരളം. ഈ ഐക്യ കേരളം രൂപീകരിക്കുവാൻ വേണ്ടി, പ്രാവർത്തികമാക്കുവാൻ വേണ്ടി 1945 ഐക്യ കേരള സമിതി രൂപീകരിച്ചു. മനസ്സിലാക്കണം. ഐക്യ കേരളം രൂപീകരിക്കുവാൻ വേണ്ടി ഐക്യ കേരള സമിതി രൂപീകരിച്ചു 1945. ഈ ഐക്യ കേരള സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. ഓർത്തു വെക്കണം. ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷന്റെ പേരെന്താണ്? കെ കേളപ്പൻ. അങ്ങനെ ഈ ഐക്യ കേരള സമിതി 1947 1948 ഐക്യ കേരള സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടി. മനസ്സിലാക്കണം. 47 48 ഐക്യ കേരള സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി. ഈ 2 ഐക്യ കേരള സമ്മേളനത്തിന്റെയും അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. ഓർത്തു വെക്കണേ. അപ്പൊ 45 ഐക്യ കേരള സമിതി അധ്യക്ഷൻ കെ കേളപ്പൻ, 47 48 ഐക്യ കേരള സമ്മേളനങ്ങൾ അധ്യക്ഷൻ കെ കേളപ്പൻ. ശരിയല്ലേ? നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്ക് പഠിക്കാൻ തന്നെയുണ്ട്. നമുക്ക് ആ ഭാഗം മറ്റു ക്ലാസ്സിൽ പഠിക്കാം. തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കുക. 45 ഐക്യ കേരള സമിതി അധ്യക്ഷൻ കെ കേളപ്പൻ, 47 48 ഐക്യ കേരള സമ്മേളനങ്ങൾ അധ്യക്ഷൻ കെ കേളപ്പൻ. പഠിച്ചില്ലേ? ഈ 48 കെ കേളപ്പൻ ജവഹർലാൽ നെഹ്റുവിനെ ഒരു കാര്യം അറിയിച്ചു. ഐക്യ കേരളം രൂപീകരിക്കണം, മലയാള ഭാഷക്കാരെ ഒന്നിപ്പിച്ചിട്ട് ഒറ്റ സംസ്ഥാനമാക്കി മാറ്റണമെന്ന് കേളപ്പൻ ആരെ അറിയിച്ചു? നെഹ്റുവിനെ അറിയിച്ചു. നെഹ്റു ആദ്യം ഇക്കാര്യം ചെവിക്കൊള്ളുന്നില്ല. മീനിങ് ട്രാവൻകൂറും കൊച്ചിയും ലയിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി രൂപീകരിച്ചു. അന്നേരവും മലബാറിനെ ഒഴിവാക്കി. ശരിയാണോ? 49 തിരുക്കൊച്ചി രൂപീകരിക്കുന്നു, മലബാറിനെ ഒഴിവാക്കിയില്ലേ? അതിൽ വിമർശിച്ചുകൊണ്ട് കെ കേളപ്പൻ ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചു. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. കേന്ദ്ര നേതൃത്വത്തോടുള്ള എതിർപ്പിനെ തുടർന്ന് ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ്? കെ കേളപ്പൻ. മറക്കല്ലേ? കേന്ദ്ര നേതൃത്വത്തോടുള്ള എതിർപ്പിനെ തുടർന്ന് ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ്? കെ കേളപ്പൻ. കഴിഞ്ഞിട്ടില്ല. 949 എന്ന വർഷമായപ്പോൾ മലബാറിനെ ഒഴിവാക്കിക്കൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ശരിയല്ലേ? ആ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖൻ എന്ന പദവി തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജാവായ ശ്രീ ചിത്തിരയ്ക്ക് നൽകുന്നു. വ്യക്തമാണോ? 49 വരെ ശ്രീ ചിത്തിര എന്ന് പറയുന്നയാള് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയാണെങ്കിൽ 49 മുതൽ ശ്രീ ചിത്തിര എന്ന് പറയുന്നയാള് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖൻ സ്ഥാനം അലങ്കരിച്ചു. അപ്പൊ ഈ തിരുക്കൊച്ചിയുടെ രാജപ്രമുഖൻ സ്ഥാനം അലങ്കരിക്കുകയാണ് ആര്? ശ്രീ ചിത്തിര. അതിനെ വിമർശിച്ചുകൊണ്ട് കെ കേളപ്പൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്താക്കപ്പെടുകയാണ്. അപ്പൊ കെ കേളപ്പൻ കോൺഗ്രസ് പാർട്ടിയിൽ പോയി രാജിവെച്ചു എന്ന് 950 ആ ഒരു സമയത്ത്. അതിനുശേഷം 951 കേളപ്പൻ ഒരു പുതിയ പാർട്ടിയിൽ പോയി അംഗമായി. ആ പാർട്ടിയുടെ പേരാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി.
പേരെന്തുവാണ്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി രൂപീകരിക്കപ്പെട്ട പാർട്ടിയായ കിസാനുമായി മസ്ദൂറുമായി, കർഷകരുമായി തൊഴിലാളികളുമായി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഈ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നയാള് JP കൃപലാനി ഓർ ആചാര്യ കൃപലാനിയാണ്. അപ്പൊ കെ കേളപ്പൻ കോൺഗ്രസിൽ രാജിവെച്ച ശേഷം അംഗമായ രാഷ്ട്രീയ പാർട്ടിയാണ് ഏത്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, അല്ലെ? കേന്ദ്ര നേതൃത്വത്തോടുള്ള എതിർപ്പ് കാരണം കെ കേളപ്പൻ ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ സ്ഥാനം രാജിവെക്കുന്നു. ശേഷം തിരുക്കൊച്ചിയുടെ രാജപ്രമുഖൻ സ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് കെ കേളപ്പൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് പുറത്തുപോയ ശേഷം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമായി. ശരിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ JP കൃപലാനിയുമായിട്ട് കെ കേളപ്പന് മറ്റൊരു ബന്ധമുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അധ്യക്ഷരായവരാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, മീനിങ് 47 കാലഘട്ട സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരാണ്? JP കൃപലാനി. ആരാ പ്രസിഡന്റ്? JP കൃപലാനി. ഈ സമയം KPCCയുടെ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പൻ. ശരിയല്ലേ? അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പൻ. INCയുടെ പ്രസിഡന്റ് ആരാണ്? JP കൃപലാനി. അങ്ങനെ കെ കേളപ്പൻ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ പോയി അംഗമാകുന്നു. ഈ സമയം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഫസ്റ്റ് പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കേളപ്പൻ കയറി മത്സരിക്കുന്നു. ആർക്കെതിരെ? INCക്കെതിരെ. ക്ലിയർ ആയോ? അപ്പൊ കെ കേളപ്പൻ ആദ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നു. ആ മത്സരിച്ച പാർട്ടി ഏതാണ്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. മത്സരിച്ച മണ്ഡലം ഏതാണ്? പൊന്നാനി. ഓർമ്മയുണ്ടോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറഞ്ഞായിരുന്നു. ഗുരുവായൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ജനഹിത വോട്ടിംഗ് നടത്തിയ സ്ഥലം പൊന്നാനി. ഗുരുവായൂർ സമരം പ്രധാനയാള് കെ കേളപ്പൻ. അപ്പൊ കെ കേളപ്പന്റെ ലോകസഭാ മണ്ഡലം ഏതാണ്? പൊന്നാനി. അങ്ങനെ കേളപ്പൻ ആ ഇലക്ഷനിൽ വിജയിക്കുകയും കെ കേളപ്പൻ ലോക്സഭയിൽ അംഗമാകുകയും ചെയ്തു. അപ്പൊ കേളപ്പന്റെ ലോക്സഭാ മണ്ഡലമാണ് ഇത്? പൊന്നാനി. ശരിയല്ലേ? ലോക്സഭയിൽ അംഗമായ ശേഷം 956 കേരളം രൂപീകരിക്കുന്നു, അല്ലെ? രൂപീകരിച്ച ശേഷം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. EMS മുഖ്യമന്ത്രിയുമായി, അല്ലെ? ഫസ്റ്റ് കേരള മുഖ്യമന്ത്രി EMS. രണ്ടാമത്തെ പട്ടം താണുപിള്ള, മൂന്നാമത്തെ R ശങ്കർ, നാലാമത്തെ EMS. ആണോ? ഒന്നാമത്തെ EMS, രണ്ടാമത്തെ പട്ടം, മൂന്നാമത്തെ R ശങ്കർ, നാലാമത്തെ EMS. ഈ EMS എന്ന് പറയുന്നയാൾ മലപ്പുറം ജില്ലക്കാരനാണ്. EMS എന്ന് പറയുന്നയാള് മലപ്പുറം ജില്ലക്കാരനാണ്. ആ പ്രോപ്പർ സ്ഥലമാണ് പെരിന്തൽമണ്ണ. ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ 1969 കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് മലപ്പുറം. കേരളത്തില് രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് ഇത്? മലപ്പുറം. ആ മലപ്പുറം ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കണം, വ്യക്തമാക്കാൻ ഞാൻ പോവാണ്, ശ്രദ്ധിക്കണം. കേരളത്തിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ അവിടെ എല്ലാ മതക്കാരും ഉണ്ടായിരിക്കണം. ഒരു സർവമത സമൂഹം എന്ന ആശയം മലപ്പുറത്ത് ഉണ്ടാവണം. ഒരു പ്രത്യേക മതം മാത്രമാണെങ്കിൽ ജില്ലയാക്കി പ്രഖ്യാപിക്കുവാൻ പാടില്ല എന്ന് കെ കേളപ്പൻ പറയുകയുണ്ടായി. അപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കുക. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ വിമർശിച്ച മലയാളി ആരാണ്? കെ കേളപ്പൻ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാലോ, മലപ്പുറം ജില്ലയെ ഒരു ചെറിയ പാകിസ്ഥാൻ എന്ന് വിളിച്ച വ്യക്തി ആരാണ്? കെ കേളപ്പൻ. മറക്കല്ലേ, മലപ്പുറം ജില്ലയെ ഒരു ചെറിയ പാകിസ്ഥാൻ എന്ന് വിളിച്ച വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണ് 969 മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ. അതുകൊണ്ട് ഇന്നും പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട വർഷം 969. വ്യക്തമായില്ലേ? തിരികെ വരാം. ഒടുവിൽ കേളപ്പൻ 971 മരണപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? 69 ജില്ലയാണ് ഏത്? മലപ്പുറം ജില്ല. ഈ കെ കേളപ്പൻ കോൺഗ്രസിൽ രാജിവെക്കുന്നു. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമായി. ശേഷം കേളപ്പന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല മദ്യവർജനവും ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഒക്കെയായിരുന്നു. അപ്പൊ ഓർത്തു വെച്ചേക്കണം, കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പൻ. ഒരു മാർഗ് നോക്കി വെച്ചേക്കണം. കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പൻ. കഴിഞ്ഞിട്ടില്ല, അന്ത്യജോദ്ധാരണ സംഘം സ്ഥാപിച്ചു. വാക്കെന്താണ്? അന്ത്യജോദ്ധാരണ സംഘം സ്ഥാപിച്ചു. കൂടാതെ അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചു. കോഴിക്കോട് തളിക്ഷേത്ര സമരം C കൃഷ്ണൻ,
മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം കെ കേളപ്പൻ. മാറിപ്പോവൂ. കോഴിക്കോട് ജില്ലയിലെ തളിക്ഷേത്ര സമരം സി കൃഷ്ണൻ. മലപ്പുറത്തുള്ള അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം കെ കേളപ്പൻ. മാറിപ്പോവല്ലേ? തിരികെ വരാം. പത്മശ്രീ നിരസിച്ച ആദ്യ മലയാളി. പത്മശ്രീ നിരസിച്ച ആദ്യ മലയാളി. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. തവനൂറും ജില്ല ഏതാണ്? മലപ്പുറം. അതുപോലെ തവനൂറുള്ള കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ആരുടെ സ്മാരകമായിട്ട് പറയപ്പെടുന്നു? കെ കേളപ്പൻ. ഓർത്തു വെച്ചേക്കണേ. അപ്പൊ കെ കേളപ്പന്റെ സ്മരണാർത്ഥമാണ് തവനൂറുള്ള കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് ഓർത്തു വെക്കുക. തിരിച്ചു വരട്ടെ. നമുക്കറിയാം NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ. ശരിയല്ലേ? അതുപോലെ ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. അതുപോലെ മലബാർ ജില്ലാ ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. മലബാർ ജില്ലാ ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. ഇദ്ദേഹം പുറത്തിറക്കിയ മാസികയാണ് ഗ്രാമദീപം. ഓർത്തു വെക്കണം. ഗ്രാമദീപം എന്ന മാസികയുടെ സ്ഥാപകന്റെ പേരെന്താണ്? കെ കേളപ്പൻ. കെ കേളപ്പൻ സ്മാരക മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരം. ഓർത്തു വെക്കണം. കെ കേളപ്പന്റെ സ്മാരക മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരം. ഇനി കെ കേളപ്പന്റെ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം, AKG സ്റ്റാമ്പ് ഇറക്കിയ അതേ വർഷം 1990. വ്യക്തമാണോ? തിരികെ വരട്ടെ. ഒന്നുകൂടെ ഞാനൊന്ന് പറയട്ടെ. കെ കേളപ്പൻ ജന്മസ്ഥലം കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചിക്കുന്ന് ഗ്രാമം. 1889 ജനിച്ചിട്ട് 971 മരണപ്പെടുകയുണ്ടായി. മാതൃഭൂമി പത്രം സ്ഥാപിക്കുവാൻ വേണ്ടി KP കേശവമേനോനെ സഹായിച്ചു. 24 ഐത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ആ ഉപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട മാർച്ചുകളുടെ പേരുകൾ, നയിച്ചയാളുടെ പേരുകൾ, ഈ മാർച്ച് എവിടെ നിന്ന് ആരംഭിച്ചെന്ന് വ്യക്തമായി തന്നെ എഴുതി പഠിച്ചോണം കേട്ടോ. ഇനി തിരികെ വരാം. ഗുരുവായൂർ സമരം നയിക്കുന്നു. ഗുരുവായൂർ സമരം സെക്രട്ടറി. ഗുരുവായൂർ സമരക്കാർക്ക് വേണ്ടി നിരാഹാരം കിടക്കുന്നു. 45 ഐക്യ കേരള സമിതി അധ്യക്ഷൻ. 47, 48 ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഈ സമയം കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ സ്ഥാനം രാജിവെക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ്. 950 കെ കേളപ്പൻ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് 51 വർഷമൊക്കെ ആയപ്പോഴേക്കും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമായി. ലോക്സഭയിൽ മത്സരിക്കുന്നു. മണ്ഡലം പൊന്നാനി ജയിക്കുന്നു. മലപ്പുറം ജില്ലയെ ഒരു ചെറിയ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നു. ആ മലപ്പുറം ജില്ല വന്ന വർഷം 969. പത്മശ്രീ നിരസിച്ച ആദ്യ മലയാളി. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. തവനൂറുള്ള കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് കെ കേളപ്പന്റെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചു. ഭൂദാന പ്രസ്ഥാനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകി. അന്ത്യ ജോധാരണ സംഘം സ്ഥാപിച്ചു. The first president of NSS, the first president of മലബാർ ജില്ലാ ബോർഡ്, the first president of ജാതി നാശിനി സഭ. ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആദ്യ മലയാളിയാണ് കെ കേളപ്പൻ. ഗ്രാമദീപം എന്ന മാസിക പുറത്തിറക്കി. 1990 സ്റ്റാമ്പ് പുറത്തിറക്കി. കെ കേളപ്പൻ സ്മാരക മ്യൂസിയം പാക്കനാർപുരം. അപ്പൊ നമ്മൾ കെ കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട്, കേരള ഗാന്ധിയായ കെ കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഭാഗവും പറഞ്ഞു കഴിഞ്ഞു. വ്യക്തമായി ഞാൻ കരുതുന്നു. ക്ലാസ്സുകൾ വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക, കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.